ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങളില്ലാതെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന മാൽപ്പുരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മുട്ട ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദക്കുള്ള അളവാണ് ഇപ്പം പറയുന്നത്. ഇനി ഒരു പഞ്ചസാരയിലേക്ക് നമുക്കൊരു 3/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ 1-2 ഏലക്കായ നമുക്ക് എത്ര വേണമെന്നനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ആട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏലക്കായ തന്നെയാണ്. അതിലേക്ക് ഇതാ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. കളർപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. കുറുക്കിയെടുക്കണ്ട കേട്ടോ, ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതിയാവും. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പോളം മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരുപാട് നമ്മൾ ഈ ഒരു പൂരി എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. 1 ടീസ്പൂണോളം റവ ചേർക്കുന്നുണ്ട്. ഈ റവ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ അധികം എണ്ണ പിടിക്കാതെ നമുക്ക് കിട്ടും. നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഒരുപാട് എണ്ണയും പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മൾ പഞ്ചസാരയുടെ ആ ഒരു മഞ്ഞൾ ചേർത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടൊന്നും ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചൂടൊന്നും ആറണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇനി ചൂടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയ ഉടനെ അങ്ങ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾ ഈ ഒരു മാവ് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ വേണേൽ നമ്മളിത് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പഞ്ചസാര മെൽറ്റാക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് മെൽറ്റാക്കി എടുക്കണ്ട കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാവിലേക്ക് പാകത്തിനുള്ള വെള്ളം കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയെ. 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 3/4 കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയിലേക്ക്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം ആവശ്യം വന്നപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ഗോതമ്പ് ദോശ മൈദദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു പാകത്തിനാട്ടോ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ മാവൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പാകത്തിന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കരിഞ്ജീരകം ചേർക്കാം കേട്ടോ. കരിഞ്ജീരകം വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി അത് വേണ്ട, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ രണ്ടും ചേർക്കണ്ട, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഏത് വേണമെങ്കിലും ചേർക്കുകയും ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ചോളം ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം കേട്ടോ. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒട്ടും നിർബന്ധമില്ലേ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. നന്നായിട്ട് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഫ്ലെയിം കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടായി വന്ന ആ ഒരു ഫ്ലെയിമിൽ തന്നെ നമ്മളതങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് സൈഡ് ഭാഗമൊന്ന് മൊരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി ഉൾഭാഗത്ത് ഇതുപോലെ ഒന്ന് പൊങ്ങി വരും. പൊങ്ങി വന്ന് നന്നായിട്ട് ആരൊക്കെ വന്ന് നല്ല സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തുനിന്ന് മാറാനേ പാടില്ല. കാരണം നമുക്കിത് കാണുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ ഒട്ടും ടൈം എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറി വരും. കാരണം നമ്മൾ ഒരുപാട് ഇത് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നില്ല. നമ്മൾ ഏകദേശം ദോശയുടെ ആ ഒരു പരുവത്തിലാട്ടത് ഉണ്ടാകാൻ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കുക്കായിട്ട് വന്നോളും. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. ഇപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈഡ് ഭാഗമൊന്ന് മൊരിഞ്ഞ് തുടങ്ങി കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോവും, കളറൊക്കെ അങ്ങ് മാറിപ്പോവേ. തിരിച്ചിട്ടിട്ട് ഒരുപാട് സമയം വെക്കണ്ട, ഒരു 10 സെക്കൻഡ്
10 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. നല്ലതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടല്ലോ. കരിഞ്ഞു പോയിട്ടുമില്ല, നല്ല പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതാ ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് നോക്കാം. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് കാണുമ്പം മൊത്തത്തിലൊരു സോഫ്റ്റായിട്ട് ഒരുപാട് എണ്ണയൊക്കെ പിടിച്ച പോലെയൊക്കെ തോന്നുവേ. നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഓരോരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എണ്ണയും പിടിച്ചിട്ടുണ്ടാവില്ല. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. സൈഡ് ഭാഗം ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുൾ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഫ്ലെയിം കുറക്കാനേ പാടില്ല. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാനും അടിപൊളിയാണ്, കഴിക്കാനും സൂപ്പറാട്ടോ. നല്ല ടേസ്റ്റിയാണ്. മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവട്ടോ. ഉണ്ടാക്കാനും സമയം ഒരുപാട് വേണ്ട, സാധനങ്ങളും ഒരുപാട് വേണ്ട, പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിക്കിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.